എത്തിയോ? എന്തു പറ്റി? മുഖമൊക്കെ മേഘവൃതാണല്ലോ. മോളോട് താഴെ കളിക്കാൻ പോയി. അല്ല, ഇതെന്താ മുഖത്തിനൊരു വാട്ടം? ചായ. അതെ, 8D സുമ ഒരു കോഫി പൗഡർ തന്നു. 8D? ആ, സുമ. അവളുടെ ഭർത്താവ് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു. ഇന്ന് കോഫി എടുക്കട്ടെ, ഒരു ചേഞ്ചിന്. സുഹൃത്തെ, എനിക്ക് ചേഞ്ച് വേണ്ട, മനസ്സിലായോ? ഇതുവരെ എങ്ങനെ ആയിരുന്നോ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നാ മതി. ഇത് എന്തോ ഇത്? ചായക്ക് ചായ അല്ല പിന്നെ 8D ചായ എടുക്കുവാന്നേ. ഞാനിവിടെ ഫ്ലാറ്റില്. മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ. ആ, ഓ, ഈവനിങ് അല്ലേ? ആ, ഓക്കെ, ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ. നിന്റെ കഴുത്തിലെന്തോ ഒരു പാട്? പാടോ? എന്ത് പാട്? നഖമൊക്കെ കൊണ്ടുപോലത്തൊരു പാട്. അയ്യോ, അത് മാത്രമോ കണ്ടോളോ? ദേ, ഇവിടെയും 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 ഒക്കെ പാടുണ്ട്. അതെ, അടുക്കളയിൽ ഒരു 5 ദിവസം പണിയെടുത്തു നോക്ക്, അപ്പം മനസ്സിലാവും. അടുക്കളയിൽ ജോലി ചെയ്താ കഴുത്തിനകത്ത് പാട് വരുമോ? ഷടാ, ഇതെന്തൊരു പാട്? ഇത് ഏത് പാടിന്റെ കാര്യമായി പറയുന്നേ? ഞാൻ നോക്കട്ടെ. നോക്ക്, അവിടെ അതിന്റെ സൈഡില്. ആ, ഇത് ആ അടുക്കളയിലെ തുണി ഇടുന്ന ആ ഫ്രെയിം കൊണ്ടുവന്നേ. ക്ലാരിറ്റി ഇല്ല. ഇത് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞത്? അല്ല, ഈ സ്റ്റാൻഡ് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞതെന്ന്? ആ, എന്നാ പിന്നെ നമുക്കേ ഇത് അടച്ചിട്ട മുറിയിലോട്ട് മാറ്റാം. അടച്ചിട്ട മുറിയിലോ? അതിനകത്തെല്ലാം നിങ്ങളുടെ പഴഞ്ചമ്പാട്ട സാധനങ്ങൾ ഇരിക്കുമല്ലേ, അവിടെ സൂചി കുത്താനിടയില്ല. പഴഞ്ചം പാട്ട സാധനങ്ങളാ എടി. കേരളത്തിന്റെ കാലാവസ്ഥ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണത്. ക്ഷമിക്കണം, പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കളത്തല്ലേ, ഒരുപാട് കളത്തല്ലേ. നിന്റെ ഇതിവിടെ ഇരുന്നാ മതി, മുറിഞ്ഞോട്ട്. ലഞ്ച് മൊത്തം കഴിക്കണം കേട്ടോ. ഹലോ, എന്താ? ആ, അതെ, കുറച്ച് ലേറ്റ് ആയി പോയി. വണ്ടി വന്നില്ല അല്ലേ? വന്നിട്ടില്ല. ഉള്ളത് നനഞ്ഞെങ്കിലേ കണക്കായി പോയി, അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇച്ചിരി കൂടുതലാണ്. രവിയേട്ടാ, രവിയേട്ടാ, ഇവിടെ ഇല്ലേ? ഹലോ, രവിയേട്ടൻ ഇതെവിടാ? ഞാനിവിടെ താഴെ ഓഫീസിലാ. ആ മെയിൻ്റെനൻസ് അടയ്ക്കാൻ വന്ന. ആ, ശരി. മോനെ, എനിക്ക് കഴിഞ്ഞ 2 ദിവസത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്യണം. എന്ത് പറ്റി സാർ? എൻ്റെ കാറിനൊരു സ്ക്രാച്ച്, അത് ഇവിടുന്നാണോ വന്നതെന്ന് അറിയണം. ശരി, നോക്കാം സാർ. ആ, ഓക്കെ, ഞാൻ നോക്കോളാം. ശരി സാർ. ഓക്കെ. ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റായ ഭർത്താവ് ഞാനെന്ന. പിന്നീടാണ് മനസ്സിലായത്
എന്നെക്കാളും പെർഫെക്റ്റായ ഒരുത്തൻ എൻ്റെ വീട്ടിൽ വരാനുണ്ടായിരുന്നു എന്ന്. ഒരു ചെറിയ പാളിച്ച മതി എല്ലാം തകടം പറയാം. ഹലോ. ഹലോ സാർ, ഇവിടെ ന്യൂസ് തുടങ്ങാറായി. വെതർ റിപ്പോർട്ടിന്റെ കാര്യം എന്തായി? ഇന്നലത്തെ റിപ്പോർട്ടില്ലേ അതങ്ങ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ ഇടിയോടുകൂടി മഴ, ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി, ബീഹാറിൽ ന്യൂനമർദ്ദം, പിന്നെ വിമാനത്താവളത്തിൽ 1.5 സെന്റിമീറ്റർ വെള്ളപ്പൊക്കം. DD-യിൽ വിളിച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് വരുമെന്ന് പറ. ശരി സർ. രവി, എന്താ ഡാ, വാ, പുറത്തിരിക്കാം. എഴി വാ. ഇവിടെ ഞാൻ വരാം. എടാ രവി, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത്. എടാ, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പൊട്ടിത്തെറിക്കണം? സ്വന്തം ഭാര്യ വേറൊരുത്തനടുത്ത് ഒളിച്ചോടി പോകാൻ പോയത്, എന്നിട്ട് ഞാൻ ആരോടെന്തെങ്കിലും പറഞ്ഞോ? പൊട്ടിത്തെറിച്ചോ? സത്യത്തിൽ നിന്റെ ഭാര്യ നിന്നെ പറ്റിച്ചു എന്നുള്ളത് നിന്റെ ഒരു തോന്നലായിക്കൂടെ? തോന്നല? കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടാ തോന്നലാവുന്നേ. അവൾക്ക് വേറൊരുത്തനായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ അവളെ പുറകെ നടക്കുന്നതാ. അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് തെളിവുമായിട്ട് അവളുടെ മുന്നിൽ ഞാൻ പോയി ചോദിച്ചു. അപ്പൊ അവൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. അറിയോ സാറേ, ഇത്ര കഷ്ടപ്പെട്ട കാര്യമില്ല. ഒരു ഒളി ക്യാമറ വെച്ചാ പോരായിരുന്നോ? ആ, അത് വെക്കാലോ. ക്യാമറ. വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഒഡീഷ തീരത്ത് ഫോം ചെയ്ത സൈക്ലോൺ. അതിൻ്റെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2, നമ്മുടെ ഗവൺമെൻറ്റിനെതിരെയുള്ള അലിഗേഷൻസ് ഈ കഴിഞ്ഞ ഫ്ലഡുമായി ബന്ധപ്പെട്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് എത്രയും വേഗം സെക്രട്ടേറിയറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം. സോ അടുത്ത 2 ദിവസം ഈ ഓഫീസിൽ ആർക്കും ലീവില്ല. മനസ്സിലായല്ലോ? ഈ സൈക്ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിസ്റ്റർ ദിനകരൻ കോർഡിനേറ്റ് ചെയ്യണം. മിനിസ്ട്രി ലെവലിലുള്ള ഫയലുകൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് രവിയാണ്. ബാലേന്ദ്രനും പ്രേമനും രവിയെ അസിസ്റ്റ് ചെയ്യണം. ഓക്കെ സർ, എന്നെ അയാളുടെ ടീമിൽ നിന്നൊന്നും മാറ്റണം. ദിസ് ഇസ് മൈ ഓർഡർ. അതങ്ങ് അനുസരിച്ചാൽ മതി. അല്ല, രവി എന്തടേ? സർ, സോറി സർ. രവി, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? കേട്ടു. ഡിപ്രഷനല്ലേ? സൈക്ലോൺ കേട്ടു. അതല്ലേ? ഓക്കെ, അപ്പോൾ പറഞ്ഞ നല്ല ഓർമ്മയുണ്ടല്ലോ. നമുക്ക് നാളെ കാണാം. ഓക്കെ, എല്ലാവരും പോയിക്കോളൂ. രവി, തനിക്കിത് എന്താടോ പറ്റിയേ? സർ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഡൗട്ടോ കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കുന്നതല്ലേ സർ നല്ലത്? തീർച്ചയായും അത് തന്നെയാണ് നല്ലത്. അപ്പൊ പിന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആയില്ലേ? താങ്ക്സ് സർ. അത് മതി സർ. താങ്ക് യു. അല്ല, അപ്പൊ രവിക്ക് ഇല്ല എന്താ? സർ, അങ്ങനെയില്ല സർ, അങ്ങനെയില്ല. അത് മതി. ചേട്ടാ, ഇപ്പൊ ഇത് എനിക്കായല്ലോ കൺഫ്യൂഷൻ.